ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 23 റിവ്യൂ ആണ്. അൻസിബ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത ഒരാളാണ്. പേഴ്സണലി അദ്ദേഹത്തിന്റെ അപ്രോച്ച്, ചിന്താഗതി അതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നതല്ല എങ്കിൽ കൂടെ ഗെയിമിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ വേണം, അത് ഉള്ളത് നല്ലതാണ്. ഇത്തിരി കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഈ ഋഷി അർജുൻ ഈ പറയുന്ന രണ്ടാളുകൾക്ക് ഒരു തരത്തിലുള്ള ഗെയിമും ഇല്ല. അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും കൂട്ടിയാൽ കൂടില്ല. അവര് ആരോടെങ്കിലും എതിർക്കണമെങ്കിൽ കൂടെ ഒരാൾ പിറകിൽ വേണം. അതാണ് അൻസിബ. അതുകൊണ്ട് അൻസിബ അവിടെ തന്നെ നിന്നോട്ടെ. അൻസിബ ഹൗസിൽ ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ചിട്ട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നിയത്. ഇനി ജാൻമണിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പവറിന്റെ ഒരു അസ്കതയുള്ള ഒരു വ്യക്തിയാണ്. ഈ ജാൻമണി കഴിഞ്ഞ ദിവസം നോമിനേഷനിലേക്ക് വന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ടെൻസ്ഡ് ആയിരുന്നു. ജാൻമണി അല്ലാതായി മാറിയിരുന്നു. പവർ വേണം, തന്നെ ആരും നോമിനേറ്റ് ചെയ്യരുത്, തന്നോടാരും ഗെയിം കളിക്കരുത്, ഇങ്ങനെയുള്ള ധാരാളം പിടിവാശികളുള്ള ഒരു വ്യക്തിയാണ് ജാൻമണി. ഒരു മര്യാദ ഇല്ലാതെ കാർഡ് വരെ ഇറക്കുന്ന ഒരു വ്യക്തിയാണ് ജാൻമണി. കഴിഞ്ഞ ദിവസം ഗബ്രിക്കെതിരെ പറഞ്ഞൊരു കാര്യം എന്താണ്? അവൻ ആണിനെതിരെയും പെണ്ണിനെതിരെയും കളിച്ചില്ല, അവൻ എന്നോട് കളിച്ചു. അപ്പൊ തന്നെ പുള്ളിക്കാരി ആ ഒരു ജെൻഡർ ഐഡന്റിറ്റി ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ അതൊന്നും എനിക്ക് പേഴ്സണലി ജാൻമണിയുടെ കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതേപോലെ ജാൻമണിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ചില കൺസിഡറേഷൻസ് വേണം. അദ്ദേഹത്തിന് അഡിക്ഷൻ ഉണ്ട്, അദ്ദേഹത്തിന് വിഡ്രോവൽസ് പ്രശ്നങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിന് സിഗരറ്റ് വലിയും, അദ്ദേഹത്തിന്റെ ചായ കൂടി, അങ്ങനെയുള്ള കാര്യത്തിൽ എല്ലാ ആൾക്കാരും ബാധ്യസ്ഥത ഏറ്റെടുക്കണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് ഹൗസിൽ ന്യായമായിട്ടുള്ള ഒരു സംഗതിയാണോ? പവർ ടീം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് കണ്ടസ്റ്റൻസിന് മനസ്സിലാവാത്തത് എന്നുള്ളത് അറിയില്ല. ആകെ ചിക്കൻ പീസ് എക്സ്ട്രാ എടുക്കാൻ വേണ്ടി മാത്രമാണ് ജിൻഡോ പവർ ഇന്ന് ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടത്. അല്ലാതെ വേറെ ഒരു കാര്യത്തിലും അവർ ആ ഒരു പവർ ഈ ആക്ച്വലായിട്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അവർക്ക് സർവ്വ അധികാരമുണ്ട്, സുഖമായിട്ട് മുന്നോട്ടേക്ക് പോകാം. അവരുടെ ഗെയിമിന് ഉതകുന്ന രീതിയിലേക്ക് ബാക്കിയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാം. ബിഗ് ബോസ് ആ ഒരു റൂമിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് കേട്ടില്ലേ, പവർ റൂം അല്ലാത്ത ബാക്കിയുള്ള റൂമുകൾ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും സൂചിപ്പിക്കുന്നു. നിലവിലെ കഷ്ടപ്പാടും ദുരിതവും പവർ റൂം അല്ലാത്ത ആളുകൾക്കുണ്ടോ? ഇല്ല. പവർ റൂമിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നത്. അവര് കഷ്ടപ്പാടും ദുരിതവും ഇല്ലാത്ത ദിനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ്. അപ്പോൾ പവർ ടീമിന്റെ ഒരു ഐഡിയ ആക്ച്വലി അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ പവർ ടീമിന്റെ ശിക്ഷയെ കുറിച്ചിട്ടും അവർ ശിക്ഷ അനുഭവിക്കാത്തതിനെ കുറിച്ചിട്ടൊക്കെ ആളുകൾ ചോദ്യം ചെയ്യുകയാണ്. എന്തിന് ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നു? അധികാരം കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, അതിപ്പം നിങ്ങൾ ഏകാധിപതികളെ പോലെ ഭരണം നടത്തിയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു ഏകാധിപതി ഭരണത്തിനെതിരെ ആളുകൾ പ്രവർത്തിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ ആളുകൾ പ്രവർത്തിക്കുന്ന സമയത്താണ് ഗെയിം ഉണ്ടാവുന്നത്. ഇതിപ്പോ എന്ത് ഗെയിമാണ്? പവർ ടീമിലേക്ക് വരുന്ന ആളുകൾ ക്യാപ്റ്റൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് നോമിനേഷൻസ് ഒക്കെയാണ്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇന്നലെ രാത്രിയിലത്തെ ചില കാര്യങ്ങളാണ് കണ്ടത്. ജാസ്മിൻ ഗബ്രി ആ ഒരു റിലേഷൻഷിപ്പ് എന്നോ സിറ്റുവേഷൻഷിപ്പ് എന്നോ എന്തും ഫ്രണ്ട്ഷിപ്പ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളുക, അതൊക്കെ ഒരാളുകളുടെയും ചിന്ത. ആ ഒരു ബന്ധം അതിന്റെ അടുത്ത ലെവലിലേക്ക് പോകുന്ന ചില ലക്ഷണങ്ങളാണ് ഇന്നലെ കണ്ടത്. അതിൽ ഗബ്രിയാണ് തൻ്റെ ആ ഒരു സ്നേഹത്തെ കുറിച്ചിട്ട് ജാസ്മിനോട് പറയുന്നത്. സബ്ടൈറ്റിലൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം കേട്ട സമയത്ത്, അവർ തമ്മിലുള്ള സംസാരം കേട്ട സമയത്ത് ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് പോയി, ഞാൻ പ്രണയിച്ച കാലത്തിലേക്ക് പോയി. അപ്പം അന്നിങ്ങനെ ഫോണിങ്ങനെ ചെവിയിൽ വെച്ചിട്ട് രാത്രി ഇങ്ങനെ വീട്ടുകാരെയൊക്കെ അത് വിളിക്കൂലേ, ആ ഒരു നൊസ്റ്റാൾജിയ എനിക്ക് കിട്ടി. അങ്ങനെയുള്ള സംസാരമൊക്കെ ആയതുകൊണ്ട് സബ്ടൈറ്റിൽ ഇല്ലാതെ പറ്റത്തില്ല. ഏതായാലും സബ്ടൈറ്റിൽ അടിച്ചവൻ ഒന്ന് കിടങ്ങി പരിശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സബ്ടൈറ്റിൽ വായിച്ച സമയത്ത് മനസ്സിലായത് ഗബ്രിക്ക് ജാസ്മിനെ ഇല്ലാതെ പറ്റില്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിമൊന്നും ഗബ്രിയെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമൊന്നുമല്ല. ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അതൊരു കുറവ് തന്നെയാണ്, ഒരു വീക്ക്നെസ് ആണ്. എന്നാലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ ആവാം. അത്രയധികം കെയറിങ് ജാസ്മിൻ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചില ആളുകൾ പറയുന്നു ഗബ്രി അങ്ങടേക്ക് വലിച്ചിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് ജാസ്മിൻ അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ കമൻസും കാര്യങ്ങളൊന്നുമില്ല. അവരുടെ പാടായി, നമ്മളെ ബാധിക്കുന്ന സംഗതിയല്ലല്ലോ. തോറ്റു. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ മാന്യമായിട്ട് ഗെയിം കളിക്കും. അല്ലാതെ ബിഗ് ബോസിൽ അങ്ങനെ വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇവരാരും നമ്മുടെ ആരും അല്ലല്ലോ. ഒരാൾ എന്നോട് ചോദിക്കുക, ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാണ്? അടുത്ത നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് പറയും. ഇപ്പോൾ ജാസ്മിനെ കുറിച്ചിട്ട് ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് എന്ന് പറയാറുണ്ട്. നമുക്കാരും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ഉള്ളത് തന്നെയാണ്. അല്ലാതെ ആരുണ്ട് എന്ന ചോദ്യത്തിന് ആർക്കും മറുപടിയൊന്നുമില്ല. അപ്പോൾ ജാസ്മിൻ പോയി കഴിഞ്ഞാൽ, ഇനിയിപ്പം അത്രയധികം ജനരോഷം ആളിക്കത്തി ജാസ്മിൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത ഏതെങ്കിലും ഒരാൾ ഉണ്ടാവുമല്ലോ, അയാളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ വൈൽഡ് കാർഡിൽ എനിക്ക് കാര്യമായിട്ടുള്ള പ്രതീക്ഷയുണ്ട്. ഇവർ രണ്ടാളെ കുറിച്ചിട്ട് ഹൗസിലുള്ള ആളുകൾക്ക് ഒരു അതൃപ്തിയുണ്ട്. നമുക്കറിയാമല്ലോ, അവർക്ക് വേറെ ഗെയിമൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് ഏറ്റവും അതൃപ്തി. ഋഷിക്കാണെങ്കിൽ പല അമ്മമാർ മാറി നിൽക്കുന്ന തരത്തിലേക്കുള്ള ആകുലതയൊക്കെയാണ്. ആളുകൾ എന്ത് വിചാരിക്കുന്നുണ്ടാവും, എനിക്കത് അറിയേണ്ടതുണ്ട് എന്നൊക്കെ ഋഷി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഋഷി, ശ്രീതു, ശരണ്യ അവരൊക്കെ കമന്റ് അടിക്കുന്നുണ്ട്.
ഇവർ ഫൈറ്റ് ചെയ്യുന്നത് പോലും ഒരു ഗെയിമാണ് എന്നുള്ളതാണ് ശരണ്യ പറയുന്നത്. ജിൻഡോ ജാസ്മിൻ കളി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു അപ്രോച്ച്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ജയിലിൽ പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കുകയുണ്ടായി. ഇവർ പരസ്പരം കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലാവുന്നു, കൂട്ടാവുന്നു. അങ്ങനെ ജാസ്മിൻ്റെ തലയിൽ ഗബ്രി ആവുന്നു എന്നുള്ളതല്ലാതെ ഇരിക്കൊന്നും തോന്നിയില്ല. കണ്ണുകൊണ്ട് കണ്ണിടയും എന്നുള്ള പാട്ടായിരുന്നു ഉണർത്ത് പാട്ട്. ഇപ്പോൾ അതിനു മുമ്പ് തന്നെ എല്ലാ ആൾക്കാരും ഉണരുന്നുണ്ട്. അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് ഉണരേണ്ട ആവശ്യമൊന്നുമില്ല. ഗബ്രിക്കൊന്നും പിന്നെ ഉറക്കമില്ല, അത്രയധികം ടെൻഷൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ക്യാപ്റ്റൻ ആവാൻ വേണ്ടി ജാൻമണി ഇന്ന് വരികയാണ്. ജാൻമണിക്കും പവർ ടീമിനും മറ്റേ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി ഒരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു, പതിവ് പരിപാടികൾ. ക്യാപ്റ്റൻ്റെ പുതിയ ഭരണപരിഷ്കാരങ്ങളൊക്കെ ഉണ്ട്, ഗ്രൂപ്പൊക്കെ തിരിക്കുന്നു, ആളുകളൊക്കെ അതിലേക്ക് പിടിച്ചിടുന്നു. അപ്പം അർജുൻ പവർ ടീമിലേക്ക് വന്നപ്പോൾ കുറേയധികം കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ മുഖ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഹെൽത്താണ്. എന്ത് മാറ്റങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഗെയിമിൽ എന്ത് മാറ്റം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഇവിടെയുള്ള ആൾക്കാരുടെ ഹെൽത്ത് സംരക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരു പവർ ടീം? അത് ഉപയോഗിക്കട്ടെ, നിങ്ങൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുക. ഇപ്പം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ലോ അല്ലേ. പിന്നെ പവർ ടീമിൻ്റെ മെയിൻ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്, അതിൽ ഒരു പുതുമ കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പണിഷ്മെൻറ്റ് ഫണ്ണ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ ഗെയിമിൽ എങ്ങനെയാണ് ഗുണപ്പെടുക എന്നുള്ളത് എനിക്കറിയില്ല. ഇതിനിടയിലാണ് ജാൻമണിയുടെ ചായ പ്രശ്നം വരുന്നത്. ജാൻമണി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വളരെ താമസിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ജാൻമണിക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുക, ഒരു സീട്ട് വലിക്കുക, ബാത്റൂമിൽ പോവുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള നിഷ്ഠകളും ചിട്ടകളൊക്കെ ഉണ്ട്. അപ്പം അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ചായയിൽ അളവ് കമ്മിയാക്കുന്നത്. ഇപ്പോൾ ജാൻമണിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചായ കിട്ടണം, സിഗരറ്റ് വലിക്കണം, ചായ കിട്ടണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റനായിട്ട് പോലും പവർ ടീമിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ജാൻമണി അത് വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ട്. അപ്പം റസ്മിനോടും അതേപോലെ തന്നെ പവർ ടീം മൊത്തത്തിനോടും നല്ല ഒരു കലിപ്പുണ്ട്. അതേപോലെ ഇന്ന് ക്യാപ്റ്റനായിട്ടുള്ള ജാൻമണി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് യമുനയെ ഏൽപ്പിക്കുന്നു. പക്ഷേ അർജുനൊക്കെ ഏൽപ്പിക്കുന്നത് അപ്സരയാണ്. അപ്പോൾ ചിക്കൻ്റെ 8ഓളം പീസുകൾ ജിൻഡോയ്ക്ക് വേണ്ടതും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ്. ആര് ഫുഡ് ഉണ്ടാക്കും? യമുന ആകെ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ അർജുൻ പറയുന്നു നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ പോകണം. ആ ഒരു അടിയും കൂടെ ആയപ്പോഴത്തേന് ജാൻമണിക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞു. ഇവിടെ ക്യാപ്റ്റനാണോ അതേപോലെ തന്നെ പവർ ടീമാണോ വലുത് എന്നുള്ളത് അറിയണം. ജാൻമണി ഇവിടെ വർത്താനൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കത്തൊന്നുമില്ല. എൻ്റെ കാൽ കീഴിൽ അവർ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെയാണ്. അതേപോലെ അർജുനോടൊക്കെ ഉപദേശിക്കുന്നത് കേട്ടു. മര്യാദക്കാണെങ്കിൽ മര്യാദ, അതാണ് അതിൻ്റെ മലയാള പരിഭാഷ കേട്ടോ. അവരുടെ ഒരു പ്രത്യേക ഭാഷയാണല്ലോ. മര്യാദക്കാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനിതൊരു നരകമാക്കും എന്നുള്ളതാണ് ജാൻമണി പറയുന്നത്. കാണേണ്ടിയിരിക്കണം. ഇതിനുശേഷം ഓപ്പൺ നോമിനേഷനാണ്. ഓപ്പൺ നോമിനേഷനിൽ ആരൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതായാലും അതിൽ ആളുകളുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഇപ്പോൾ ഋഷി, അൻസിബ, നോറ, ശ്രീതു എന്നിവർക്ക് 2 വോട്ടാണ്. 4 വോട്ടുകളോടെ യമുന റാണിയുണ്ട്, 5 വോട്ടുകളോടെ ഗബ്രി ഉണ്ട്, 9 വോട്ടുകളോടെ ജാസ്മിൻ ഉണ്ട്. അപ്സര ഡയറക്റ്റ് നോമിനേഷനിൽ കിട്ടുന്ന ഒരു ഗെയിമാണ്. കാരണം അപ്സര ഇതുവരെ നോമിനേഷനിൽ വന്നിട്ടില്ല. അതേപോലെ ജാസ്മിൻ ആൻഡ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുന്ന പല ആളുകൾ സേഫ് ഗെയിം എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം അവരെ നോമിനേറ്റ് ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ശരണ്യ അതേപോലെ തന്നെ ശ്രീതു ഒക്കെ ഇവരെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നും കണ്ടില്ല. നോറ നോമിനേറ്റ് ചെയ്യുന്നതിനകത്തും പ്രത്യേകിച്ച് ലോജിക്ക് കണ്ടില്ല. ഋഷി ജാസ്മിനെ നോമിനേറ്റ് ചെയ്യൂ എന്നുള്ളത് നമുക്കറിയാം. 100% പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് നോമിനേഷൻ പോയത്. വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ഗെയിം ചേഞ്ചിങ് നോമിനേഷൻ ഒന്നും ഉണ്ടായില്ല. ജിൻഡോ പറയുകയുണ്ടായി ഈ ജാസ്മിൻ ഗബ്രി അവരിൽ ആരെയാണ് പ്രേക്ഷകർ നിലനിർത്തുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് നോമിനേഷനിലേക്ക് ഇട്ടത്. അതൊരു പുതുമയുള്ള റീസൺ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിൽ തുമ്മിയ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊന്നും ആരും ഇവിടെ പറഞ്ഞില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആരും അത് പറയാതിരുന്നത്. എന്നാൽ അവസാനം ജാസ്മിൻ ആൻഡ് ഗബ്രി ചപ്പാത്തി പരത്തുന്നത് അൻസിബയ്ക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് പറ്റിയില്ല. അത് ആർക്കാണെങ്കിലും പറ്റില്ല. ഇപ്പോൾ ആ വിഷ്വൽ ഇങ്ങനെ ഓർത്തോർത്ത് വരികയാണ്. ബിഗ് ബോസ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിയാണ് ജാസ്മിനിട്ട് കൊടുത്തത്. ആ ഒരു വിഷ്വൽ കാണുന്ന സമയത്ത് എല്ലാവരും ഗെയിമർ എന്നുള്ള രീതി നോക്കി കാണുന്നത് ഞാൻ പോലും അയ്യോ വൃത്തിയില്ലാത്തൊരു പെണ്ണ് എന്ന് പറയുന്ന ഒരു മൈൻഡിലേക്ക് വരും. കാരണം അത് ഭയങ്കരമായിട്ട് അത്രയധികം മര്യാദകേടാണ്. പലപ്പോഴും ആളുകൾ ഇങ്ങനെ ചപ്പാത്തി പരത്തുന്ന സമയത്തൊക്കെ ഞാൻ മുന്നേ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ കൊണ്ട് ഈ പറയുന്ന പരിപാടി ചെയ്യിപ്പിക്കത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഹെയർസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ഇത് എനിക്ക് എപ്പോഴും ഇൻസൾട്ട് ഇങ്ങനെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഇവർ ചപ്പാത്തി കുഴയ്ക്കുന്ന കാര്യത്തിലൊക്കെ. അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ ചില ആളുകളൊക്കെ ഉണ്ട്, അവർ പുട്ടൊന്നും കഴിക്കില്ല, പുട്ടിങ്ങനെ കൈ വെച്ച് ഇളക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് നേരത്തെ തന്നെ ബിഗ് ബോസ് കാണുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിക്കും ഇവരെന്തുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ കൈയിട്ട് കുഴച്ച് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ മിക്സിയുടെ ജാറിലൊക്കെ ഇത് കുഴയ്ക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ കാര്യമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അൻസിബ
പറയുന്ന കാര്യങ്ങളൊക്കെ ചിലത് ന്യായമാണ്. പക്ഷേ അൻസിബ ഇതൊക്കെ പറയുമ്പോൾ ഈ സിനിമ സീരിയൽ വില്ലത്തിമാരുടെ ഒരു മുഖഭാവത്തിലേക്ക് വരും. അതുകൊണ്ടായിരിക്കും നമുക്ക് ചിലപ്പം അൻസിബയോട് ഒരു പ്രശ്നം തോന്നുന്നത്. ഇന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേന് വിചാരിച്ചു അൻസിബ ഒരു ഡിഫറെൻറ്റ് ഗെയിമറാണ് ബാക്കിയുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേന്. ഓക്കെ, നോറയെ ജാൻമണി നോമിനേറ്റ് ചെയ്തു. അയ്യോ, നോറ ഇമോഷണലി വീക്കാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോറ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് മെഴുകും, പിന്നെയും കരച്ചിലായിരിക്കും. നോറ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡിവോഴ്സായി, സോഷ്യൽ മീഡിയ, സൈബർ അറ്റാക്ക്, അതിൻ്റെയൊക്കെ ട്രോമയുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ല എന്ന് റസ്മിനോട് പറയുന്നുണ്ട്. അപ്പം നോറ അങ്ങനെ കരഞ്ഞ് തളർന്ന് കൺഫഷൻ റൂമിലേക്ക് പോവുകയാണ്. ബിഗ് ബോസ് മറ്റേ ആ ഫ്രഷ് കിടിലൻ മോട്ടിവേഷൻ ഐറ്റം ഇങ്ങനെ കാണിച്ചിട്ട് നോറ നിങ്ങൾ സൂപ്പർ ഒരു ഗെയിമറാണ് എന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അയ്യോ ബിഗ് ബോസ് എന്നെ മോട്ടിവേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് നോറയ്ക്ക് എന്ത് സന്തോഷമായിരുന്നു. സ്ഥിരമായിട്ട് കൺഫഷൻ റൂമിൽ പോകുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് ബിഗ് ബോസ് സീസണുകൾ കണ്ടിട്ടുള്ള ആൾക്കാർ ഈ ഡയലോഗിൽ എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആവുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മളെ കേൾപ്പിക്കാതെ വേറെ എന്തൊക്കെയോ ബിഗ് ബോസ് അവർക്ക് പേഴ്സണലായിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഭയങ്കര ക്ലീശയാണല്ലോ പുള്ളി പറയുന്നതൊക്കെ. ഏതായാലും ജാൻമണി നിരാഹാര സത്യാഗ്രഹത്തിലായിരുന്നു, വൈകിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ എനിക്ക് മിസ്സായി, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഒരു ഡാൻസിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടതാണ്. നോർ ഇമോഷണലി വീക്കല്ല, അതെ ആവാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. അതിനുശേഷം മറ്റേ കണ്ണടച്ചിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗെയിം. ഫുട്ബോൾ കളിക്കേണ്ട, ഗോൾ അടിച്ചാൽ മതി. കണ്ണടച്ചിട്ട് ഗോൾ അടിക്കുക, സ്നാക്സ് എടുക്കുക എന്ന് പറയുന്ന പരിപാടി. അപ്പം കാര്യമായിട്ട് തന്നെ എല്ലാ ആളുകൾക്കും കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ അവർ ഗെയിം കളിച്ച് നേടി. അതായിരുന്നു ഇന്നത്തെ ടാസ്ക്. വേറെ വലിയ മറ്റേ ഡെയിലി ടാസ്കോ പരിപാടികളോ ഒന്നുമില്ല. നമുക്ക് ബോറടിക്കുന്ന തരത്തിലേക്കുള്ള ലൈവുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡിസ്കഷൻസും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഗുണമുള്ളതൊന്നുമില്ല. പിന്നെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ ചില പകൽ കിനാവുകൾ, അവസാനവും നമ്മൾ രണ്ടും മാത്രം ഇങ്ങനെ തന്നെ ഇവിടെ കാണണം, ബാക്കി ആൾക്കാരെല്ലാം പോയിട്ടേ അവസാനം ടോപ്പ് 3യിലേക്കൊക്കെ വരുന്ന ആളുകളിൽപ്പെട്ട ആളുകൾ ഇവരാവണം എന്നുള്ള ആഗ്രഹമൊക്കെയാണ് അവർക്കുള്ളത്. വളരെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. ഗെയിമൊക്കെ മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റുന്നത്. വൈൽഡ് കാർഡായിട്ട് വരുന്നവൻ ആടിച്ച് പൊളിച്ച് എല്ലാത്തിനും ഓടിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അത്രയധികം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഗെയിമാണ് ഇവരുടേത്. കാരണം നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഗെയിം ചേഞ്ചിങ് നടത്തുമെന്ന് തോന്നലുള്ള ഒരു മനുഷ്യക്കുഞ്ഞ് പോലും അതിനകത്തില്ല. എല്ലാവരും ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ് അവരുടെ ഗെയിം പ്ലാൻ. നമുക്ക് ഈസി ആയിട്ട് ഏതൊരാൾ പോയാലും അവരെ മനസ്സിലാക്കാൻ പറ്റും, അവർക്കെതിരെ ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.